സ്പോൺസർഡ് ബൈ. ഇനി ഗുണമേന്മയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയ്ക്ക് സ്വന്തമാക്കുവാൻ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്, പെരുമ്പാവൂർ ആൻഡ് ആലുവ. പവേർഡ് ബൈ കണ്ടം കുളത്തി കുങ്കുമചന്ദനാദി ഫെയർനെസ് ഓയിൽ. സൗന്ദര്യം ഇനി ഉള്ളിൽ നിന്നും. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് പാട്ടിന്റെ തീരം പവേർഡ് ബൈ കണ്ടംകുളത്തി കുങ്കുമച്ചനാദി ഫെയർനെസ് ഓയിലിന്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല കുറേ പാട്ടുകാരെയും നല്ല കുറേ പിന്നണി പ്രവർത്തകരെയും ഒക്കെ ഞങ്ങൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇനിയും കൂടുതൽ പാട്ടുകാരും ഇൻസ്ട്രുമെന്റലിസ്റ്റും പാട്ട് വായിക്കുന്നവരുമൊക്കെ വരുന്നുണ്ട് തീർച്ചയായിട്ടും. അതോടൊപ്പം നല്ല നല്ല ഗിഫ്റ്റും കാത്തിരിക്കുന്നുണ്ട്. അതെ, നമുക്ക് ഗിഫ്റ്റിന്റെ കാര്യമൊക്കെ നമുക്ക് പിന്നെ പറയാം. നമുക്ക് എന്തായാലും തുടങ്ങാം. എപ്പിസോഡ് തുടങ്ങും നമ്മളൊരു സമർപ്പണത്തോടാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡ് സമർപ്പിക്കുന്നത് മറ്റാർക്കുമല്ല, ശ്രീ റോഷൻ. റോഷൻ എന്ന സംഗീത സംവിധാനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ചോദിക്കാൻ നമ്മുടെ ഋത്തിക് റോഷന്റെ അപ്പൂപ്പനാണ്. അദ്ദേഹത്തിന്റെ തലമുറകളായി സംഗീത സംവിധായകരാണ്. അവസാനത്തെ തലമുറ വന്നപ്പോൾ മാത്രം അഭിനേതാവായി. അദ്ദേഹത്തിൻ്റെ അച്ഛനും, ഋത്തിക് റോഷൻ്റെ അച്ഛനും അഭിനേതാവായിരുന്നു രാജേഷ് റോഷൻ സംഗീത സംവിധായകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛനായ റോഷന് വേണ്ടിയിട്ടാണ് ഈ എപ്പിസോഡ് ഞങ്ങൾ സമർപ്പിക്കുന്നത്. അദ്ദേഹം മനോഹരമായ കുറേ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനമായ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ മുഴുവൻ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ട് താജ്മഹൽ എന്ന സിനിമയിലെ പാട്ടാണ്. താജ്മഹൽ എന്ന സിനിമയിലെ പാട്ട് പാടുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. ഈ പാട്ട് പ്രത്യേകിച്ച് മുഹമ്മദ് റഫിയുടെ ലണ്ടൻ പ്രോഗ്രാമിൽ വളരെ ഹിറ്റായ ഒരു പാട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. എന്നാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഈ എപ്പിസോഡ് സമർപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ ഈ പാട്ടോട് നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ തുടങ്ങാം. जो वादा किया वो निभाना पड़ेगा, जो वादा किया वो निभाना पड़ेगा. रोके ज़माना चाहे रोके खुदाई, तुमको आना पड़ेगा. जो वादा किया वो निभाना पड़ेगा. तरसती निगाहों ने आवाज दी है, मोहब्बत की राहों ने आवाज दी है. एक दूसरा है के दीवाना हमको आना पड़ेगा. जो वादा किया वो निभाना पड़ेगा. जो वादा किया वो निभाना पड़ेगा. रोके ज़माना चाहे रोके खुदाई, तुमको आना पड़ेगा. जो वादा किया वो निभाना पड़ेगा. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയിട്ടോ, അടിപൊളിയാണ്. താങ്ക് യു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഏറ്റവും ഇഷ്ടമുള്ള മുഹമ്മദ് റഫിയുടെ ഡ്യുവറ്റിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടും കൂടാണിത്. എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഈ എപ്പിസോഡ് സമർപ്പിക്കാം. നമുക്കിനി സമ്മാനങ്ങളെ കുറിച്ച് പറയാം അല്ലേ? എന്തൊക്കെയാണ് സമ്മാനങ്ങൾ? നമുക്ക് രണ്ടുപേര് പാട്ടുകാരാണ്. നേരത്തെ പാട്ടുകാരാകുമ്പോൾ തീർച്ചയായിട്ടും മത്സരങ്ങളുണ്ടാവും, സമ്മാനങ്ങളുണ്ടാവും, അല്ലാത്തതും സമ്മാനമുണ്ട്. നമുക്ക് സമ്മാനം എന്തൊക്കെയാണെന്ന് പറയാം അല്ലേ? സി ഷോപ്പിൽ നൽകുന്ന ഒരു സമ്മാനം, അതോടൊപ്പം ഗ്ലാംഹർ ബൊട്ടീക്ക് നൽകുന്ന മറ്റൊരു സമ്മാനം, അതുപോലെ തന്നെ നമ്മുടെ കേരള വിഷൻ നൽകുന്ന ഒരു സമ്മാനം. അതെ. അപ്പോൾ എല്ലാ സമ്മാനങ്ങളും വെയിറ്റ് ചെയ്യാണ്. നമുക്കിനി ആരാണ് പാടാൻ വരുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. നമുക്ക് തുടങ്ങാം അല്ലേ? നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് പാട്ടിന്റെ തീരം പവേർഡ് ബൈ കണ്ടംകുളത്തി കുങ്കുമച്ചനാദി ഫെയർനെസ് ഓയിൽ. നമുക്ക് രണ്ട് പാട്ടുകാരാണ്, നേരത്തെ പറഞ്ഞു പാട്ടുകാരാണ്. അതെ. നമുക്കപ്പോൾ ചോദ്യമൊക്കെ റെഡിയാക്കി വെക്കണം. പിന്നെ ഇൻസ്ട്രുമെന്റ്സ് വാങ്ങിക്കുന്നവരാണെങ്കിൽ നമുക്ക് വലുതായിട്ട് ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട, വിശേഷങ്ങൾ മാത്രമേ. ഇതാകുമ്പോൾ രണ്ട് പാട്ടുകാരാകുമ്പോൾ അവരെ കൊണ്ട് പാട്ട് പാടിക്കാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പം നമുക്കിന്ന് നല്ല രണ്ട് പാട്ടുകാരാണ് നമ്മളുടെ അതിഥികളായി എത്തിയിരിക്കുന്നത്.
നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. പ്രസിദ്ധ് ഫ്രം തുറവൂർ. പാട്ടിന്റെ തീരത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പോൾ പാട്ടൊക്കെ പാടാനായിട്ട് സാറിന് സ്റ്റേജിൽ അടിപൊളി പാട്ടുകാർ ഇടുന്ന ഒരു മനസ്സിലാക്കിയിട്ടുണ്ടാവുന്ന ഫുൾ ടി വിയിൽ നിറഞ്ഞിരിക്കുന്ന ഒരു താരം. അതെ അതെ, നമുക്ക് എന്തായാലും സന്തോഷം പ്രസിദ്ധ് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നതിൽ. നല്ല നല്ല സ്റ്റൈലായിട്ടുണ്ട് കേട്ടോ. നല്ല എന്താണ് ചെയിനൊക്കെ ഇട്ടിട്ട് സ്റ്റേജിലൊക്കെ ഇടുന്ന സംഭവം അല്ലേ. നമുക്ക് അടുത്ത ആളിനെയും കൂടെ ഇൻവൈറ്റ് ചെയ്യാം അല്ലേ, എന്നാലേ ഇത് പൂർണ്ണമാവുള്ളൂ. അതെ, നമുക്ക് സ്വാഗതം ചെയ്യാം പ്രബൽ ഫ്രം തുറവൂർ. പ്രവൽ. ഈ പേര് പറയാൻ ഞാൻ കുറേ പാടുപെട്ടോ. രണ്ടും വളരെ പെക്യുലർ ആയിട്ടുള്ള പേരാണ് അല്ലേ, പ്രവൽ പ്രസിദ്ധ്. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് രണ്ടുപേരുടെയും പേര് അല്ലേ. അപ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്ന് ഇവരോട് തന്നെ ചോദിക്കാം. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമുണ്ട്. ചേട്ടനാണ്. ചേട്ടനാണ്. അതെ. അനിയനാണ്. എന്തായാലും പാട്ടിന്റെ തീരത്തിൽ എന്തായാലും ഒരു അടി ഉണ്ടാവും. അതെ അതെ അതെ, ചേട്ടൻ. സാധാരണ സഹോദരങ്ങൾ തമ്മിൽ ഒരു അടിയൊക്കെ നിങ്ങൾ തമ്മിൽ വഴക്കിടാറുണ്ടോ? വല്ലപ്പോഴൊക്കെ. അല്ല, പണ്ട് കുട്ടിക്കാലത്ത് സ്ഥിരം അടിയായിരുന്നു. ഇപ്പോഴും ഇടിയായിരുന്നു. അപ്പൊ രണ്ട് പാട്ടുകാർ, സഹോദരങ്ങളായ പാട്ടുകാർ, എനിക്കൊന്നും അങ്ങനെ ആരും വന്നിട്ടില്ല അല്ലെ. അച്ഛനും മോളും ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷെ സഹോദരങ്ങളായ പാട്ടുകാർ ആദ്യമായിട്ടാണ്. അപ്പോൾ വളരെ സന്തോഷം നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഞങ്ങളുടെ ഈ ഫ്ലോറിൽ വന്നതിന്. രണ്ടുപേരുടെയും നല്ല കുറെ പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. നിങ്ങളുടെ വിശേഷങ്ങൾ അറിയണം. എല്ലാം കൂടെ നമുക്ക് ഇന്ന് അടിപൊളിയാക്കാം. എന്താ, റെഡിയാണല്ലോ? നമുക്ക് ആദ്യം ഒരു പാട്ട് കേട്ടിട്ട് പോവാം അല്ലേ. നമുക്ക് ആരുടെ ഒരു ചേട്ടനാണോ അനിയനാണോ പാടാൻ പോകുന്നത്? ചേട്ടൻ തന്നെ പാടട്ടെ. ചേട്ടനാണല്ലോ. അനിയൻ പാടുമോ? ചേട്ടൻ പഠിക്കട്ടെ. ഇപ്പൊ ആര് വേണം? ഇപ്പൊ എന്തെങ്കിലും തീരുമാനമാക്ക്. ഇപ്പൊ തന്നെ അടിയാവും മിക്കവാറും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ആരാ പാടാൻ പോണേ? പ്രവൽ. ഏത് പാട്ടാ ഞങ്ങൾക്ക് പാടിത്തരാൻ പോണേ? പവിത്രം ഫിലിമിലെ ശ്രീരാഗമോ. എനിക്ക് തോന്നി ശ്രീരാഗമോ. പവിത്രം എന്ന സിനിമയിൽ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നി ശ്രീരാഗമോ പാടാൻ പോണെന്ന്. അപ്പോൾ നല്ലൊരു പാട്ടാണ്. ശരത് സാറിൻ്റെ സംഗീത സംവിധാനത്തിലുള്ളൊരു പാട്ടാണ്. നമുക്ക് തുടങ്ങാം. പാട്ട് പാടിക്കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഇന്ന് ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ അടുത്ത റെഡിയാക്കി നിന്നു. പ്രസിദ്ധിൻ്റെ പാട്ട് അടുത്തത്. നമുക്ക് പ്രവൽ റെഡിയാണല്ലോ? റെഡിയാണ്. ഓക്കെ. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ, സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. നിൻ മൗനമോ പൂമാനമായി, നിൻ രാഗമോ ഭൂപാളമായി, എൻ മുന്നിൽ നീ പുലകന്യയായി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. ದಾನಿ ದಾಬ ಮಪದನಿ ದಾಬ ಮಗರಿ ಗಮ ಮದನಿ ಸರಿ ಮಗರಿ ಸರಿ ದಮ ಮಗರಿ ಗಮ ಪದ ಸರಿ ಗಮ ಪನಿ ಸರಿ ಗಮ ಪಕಾಲ ಸರಿ ಗಮ ಪ ಧನಿ ದಬದ ಧನಿ ಗರಿ ನೀ ನಿದ ಮಗರಿ ಸರಿ ಗಮ ರಿ ಗಮ ಪ ಗಮ ಪದ ಮಪದನಿ ಗರಿ ರಿಜ ಸಾನಿ ನಿದ ದಬ ಗರಿ ರಿಜ ಸಾನಿ ನಿದ ದಬ ಗರಿ ರಿಜ ದಾನಿ ನಿದ ದಬ ಗರಿ ಧನಿ ದಬ ಸರಿ ಗಮ ಪರಿ ಗಮ ಪದ ಗಮ ಪದ ನಿ ಗರಿ ಸನಿ ಧರಿ ಸ ನಿ ದಬ ಸಾನಿ ದಬದ ರಿ ಗಮ ಪದ ಸರಿ ಗಮ ಪನಿ ಸರಿ ಗಮ ಪಕಾಲ.
പുലർപ്പൊൻതളികയിൽ പാൽ പായസച്ചോറുണ്ണുവാൻ പിന്നെയും പൂമ്പൈതലായി കൊതി തുള്ളി നിൽക്കുവതെന്തിനോ ചെങ്കതളിപ്പൂമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ കാറ്റിനോടു കെഞ്ചി ഒരു നാട്ടുമാക്കനി വീഴ്ത്തുവാൻ ഇനിയുമീ തൊടികളിൽ കളിയാടാൻ മോഹം ശ്രീരാഗമോ തേടും നീ വീണതൻ പൊൻതന്തിയിൽ. കോവിലിൽ പുലർവേളയിൽ ജയദേവഗീതാലാപനം കേവലാനന്ദാമൃത തിരയാഴിയിൽ നീരാടി നാം പുത്തിലങ്ങി ചോട്ടിൽ മലർമുത്തു കോർക്കാൻ പോകാം ആന കേറാമേട്ടിൽ ഇനി ആയിരത്തിരി കൊളുത്താം ഇനിയുമീ കഥകളിൽ ഇളവേൽക്കാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമായി നിൻ രാഗമോ ഭൂപാളമായി എൻ മുന്നിൽ നീ പുലക്കന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ എക്സലന്റ് വെരി ഗുഡ് പ്രവൽ. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പ്രസിദ്ധ് എന്ത് പറയുന്നു? ഒന്നായിരുന്നു സ്ഥിരം കേൾക്കുന്നതായിട്ട് പ്രസിഡിനോട് നമ്മൾ അഭിപ്രായം ചോദിക്കുന്നില്ല. മനോഹരമായിട്ട് ഐ ലവ് ഇറ്റ്. നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ നമുക്കിനി വിശേഷങ്ങൾ വെക്കുന്നൊരു ചോദ്യം ചോദിച്ചിട്ട് ശേഷം ചെയ്യണോ, അത് വിശേഷം ചോദിച്ചിട്ട് ചോദ്യത്തിലേക്ക് പോകണം? ആദ്യം എന്താ വേണ്ടേ? ചോദ്യം ചോദിക്കാം. ആദ്യം ഒരു ചോദ്യം ചോദിക്കാം നിങ്ങൾ, എന്നിട്ട് നിങ്ങളുടെ കൂടുതൽ വിശേഷത്തിലോട്ട് പോകാം. എന്താ നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം. ഇത് ബേസിക്കലി നിങ്ങളുടെ പാട്ടുകൾ കേൾക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ബേസിക്കലി കാര്യം. നമ്മളുടെ പ്രേക്ഷകർ നിങ്ങൾ എന്ത് പാടുന്നു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ അറിയിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമായത്. ഇത് പിന്നെ നിങ്ങൾക്ക് ഞങ്ങൾ വെറുതെ ഇരുന്ന് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പകരം എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിച്ച് കുറച്ച് കുസൃതി ചോദ്യങ്ങൾ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ ചോദ്യങ്ങൾ ചോദിച്ച് ഒരു സമ്മാനം തരാനുള്ള ഒരു ചെറിയ അടവ് അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് 4 റൗണ്ടാണുള്ളത്. 4 റൗണ്ടിൽ ടോട്ടൽ മാർക്സ് പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ സമ്മാനം തീരുമാനിക്കുന്നത്. ഈ എപ്പിസോഡിൽ 2 റൗണ്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ റൗണ്ടിലേക്ക് പോകാം. ആദ്യത്തെ റൗണ്ട് സരിഗമ പധനി. സരിഗമ പധനി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. സാരി ഗമ പ നി. ഇതിനകത്ത് ഏതെങ്കിലും ഒരു അക്ഷരം തുടങ്ങുന്ന ഈ ഇപ്പോൾ പ്രവലിന് പ്രസിദ്ധിനോട് ചോദിക്കാം ഏത് അക്ഷരത്തിൽ വെച്ചിട്ടാണ് പാട്ട് പാടേണ്ടതെന്ന്. അപ്പോൾ ആ അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു പാട്ട് പാടുക, തിരിച്ച് അതുപോലെ 10 പോയിന്റ്സ് ആണുള്ളത്. ഏതെങ്കിലും ഒരു അക്ഷരം ഓക്കെ, 10 പോയിന്റ്സ്. 30 സെക്കൻഡേ ഉള്ളൂ, അതിന് മുമ്പ് പറയണം. അല്ലെങ്കിൽ 30 സെക്കൻഡ് മുമ്പ് പറയാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് സഹായിയുണ്ട്. 5 പോയിന്റ് പോകുന്നേ ഉള്ളൂ. സഹായി ഇവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. നിങ്ങൾക്ക് സഹായിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനൊന്നും സഹായിയെ വേണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളെപ്പോലുള്ള പാട്ടുകാർക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യത്തെ റൗണ്ടിലേക്ക് പോവാം. ആദ്യം ആരാണ് ചോദിക്കുന്നത്? നമുക്ക് തിരിച്ചാവട്ടെ, ഇപ്പോൾ പാടിയല്ല ഉള്ളൂ. നമുക്ക് പ്രവൽ ചോദിക്കൂ. ഏത് ഒരു അക്ഷരം ചോദിച്ചിട്ട് നമുക്ക് പ്രസിദ്ധിനെ കൊണ്ട് പാടിക്കാം. സരി ഗമ പധനിയിൽ ഏത് അക്ഷരം കൊണ്ടാണ് പാടേണ്ടത്? ടൈം സ്റ്റാർട്ട്സ് നൗ. പാവച്ചിട്ട് 1000 കണക്കിന് 100 കണക്കിന് 10000 കണക്കിന് പാട്ടുകളുണ്ട്. റെഡിയാണോ?
പാട്ട് ഓക്കെ, നമുക്ക് പാട്ട് പാടാം. അപ്പൊ എന്തായാലും ഒരു 10 points 10 points ഉണ്ട്. നമുക്ക് പാട്ട് പറഞ്ഞിട്ട് നമുക്ക് പാടുന്നതാണ് അതിന്റെ ഒരു സുഖം. ഓക്കെ, നമുക്ക് എന്തായാലും പാട്ടിലേക്ക് പോവാം. പാതിരാമയക്കത്തിൽ പാട്ടൊന്നു കേൾക്കേ പല്ലവി പരിചിതമല്ലോ. പാതിരാമയക്കത്തിൽ പാട്ടൊന്നു കേൾക്കേ പല്ലവി പരിചിതമല്ലോ. ഉണർന്നപ്പുഴ സാന്ദ്രഗാനം നിലച്ചു ഉണർത്തിയരാക്കുയിലെവിടെ എവിടെ. വെരി ഗുഡ്. അങ്ങനെ 10 points. 10 പോയിന്റ് ഉണ്ട്. നല്ലൊരു പാട്ടും പാടി തന്നെ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അതെ അതെ അതെ. ഓണപ്പാട്ടുകൾ നമുക്ക് ഒത്തിരി എന്താ ഒരു പാത്തോസ് എന്ന് വേണേൽ വിളിക്കാവുന്ന ഒരു പാട്ടാണ് ഈ പാതിരാമയക്കത്ത്. പാത്തോസോ ലവോ എന്തൊക്കെയോ അതിനകത്തുണ്ട്, വിരഹമോ എന്തൊക്കെയോ ഉള്ളൊരു പാട്ടാണ് ഓണപ്പാട്ടുകളിലെ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത തിരിച്ച് പണി കൊടുക്കാം. സമയമായി. ഏത് അക്ഷരമാണ് കൊടുക്കുന്നത്? സായിൽ തന്നെ. ചേട്ടനാകുമ്പോ സ്നേഹമുണ്ട് കേട്ടോ. പറഞ്ഞു 30 സെക്കൻഡ് ഉണ്ട്. ഏത് പാട്ടാണ് പറഞ്ഞോളൂ. ഏത് പാട്ടാണ് പറഞ്ഞിട്ട് നമുക്ക് പാടാം. സാ വെച്ച് തുടങ്ങുന്നത്. സായന്തനം. ഓക്കെ, കമലദളം. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആണ്. നമുക്ക് പാട്ട് പാടാം. സായന്തനം ചന്ദ്രിക ലോലമാ നാലംബലം നനമിഴും സ്വർഗമാ മലയോര ചാർത്തി കേളി വസന്തം ഉണരാത്തതെന്തേ പ്രിയതേ സായന്തനം ചന്ദ്രിക ലോലമാ. വെരി ഗുഡ്. രണ്ടുപേരും നല്ല 10 points. രണ്ടുപേർക്കും 10 points ഉണ്ട്. നല്ല പാട്ടാണ് രണ്ടുപേരും പാടി തന്നത് കേട്ടോ. മനോഹരമായ ഓരോ പാട്ടുകളാണ് ഞങ്ങൾക്ക് പാടി തന്നത്. എന്തായാലും ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവരുടെ പോയിന്റ്സ് ഒന്ന് നോക്കാം അല്ലേ. പ്രസിദ്ധ് 10 points. പ്രവൽ 10 points. അപ്പൊ നമുക്കിനി വിശേഷങ്ങളിലേക്ക് കടക്കണ്ട. അതെ, രണ്ടുപേരും വീട് തുറവൂര് തന്നെയാണ്. തുറവൂര് പള്ളിത്തോട്. തുറവൂർ അമ്പലത്തിന്റെ അടുത്തായിട്ട് വരും. നിങ്ങൾ ഒരിടത്ത് തന്നെയാണോ താമസിക്കുന്നത്? ഒരു വീട്ടിൽ തന്നെയാണ്. കല്യാണം കഴിഞ്ഞോ രണ്ടുപേരുടെയും? എന്റെ കല്യാണം കഴിഞ്ഞു. പ്രവലിന്റെ കഴിഞ്ഞിട്ടില്ല. കല്യാണം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ പ്രോഗ്രാം കഴിയുമ്പോഴത്തേക്കും എനിക്ക് അവരുടെ കല്യാണം ഉറപ്പാവും കേട്ടോ. പാട്ട് കേട്ടിട്ടെങ്കിലും ഒരാൾ വരാതിരിക്കില്ല. പ്രസിദ്ധ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 7 വർഷമായി. ഓക്കെ, ഒരു കുട്ടിയുണ്ട്. എത്ര വയസ്സായി? 3.5 വയസ്സ്. പേര് പറഞ്ഞോളൂ മോളുടെ. പാർത്ഥിവ്. നിങ്ങളുടെ വീട്ടിലേക്ക് പേര് ഇത് എവിടുന്ന ഈ പേര് സംഘടിപ്പിക്കുന്നത് നിങ്ങളുടെ വീട്ടില്? എങ്ങനെ? പി വെച്ചാണ്. പക്ഷെ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പേരിടുന്ന ഞാൻ എവിടുന്നേലും ഒക്കെ ഒരെണ്ണം തപ്പിക്കൊണ്ടുവരും. ഇനി പ്രവലിന്റെ മോനിടേണ്ട പേരാണ്. ഇനി പാവച്ച് എന്താ ഇതിനപ്പുറത്തൊക്കെ ഇടാൻ പറ്റുന്ന ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പേര്. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. പേര് ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് മനസ്സിൽ പതിഞ്ഞാൽ പിന്നെ മറക്കില്ല. ഇങ്ങനെ ഒരാളിനെ പ്രത്യേകിച്ച് പാട്ടിന്റെ ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾക്ക് പ്രസിദ്ധം എന്ന് പറഞ്ഞ വേറൊരു പാട്ടുകാരനും കാണില്ല. പ്രസിദ്ധം ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. അൽക്ക എന്ന് പറഞ്ഞൊരു 10,000 പാട്ടുകാരികളുണ്ട്. ഉണ്ട്. അൽക്ക യാഗ്നിക് ഉണ്ട്. അതല്ല, ആ ബിനു എന്ന് പറഞ്ഞ കുറേ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. കുറേ പേരുണ്ട്. ഉണ്ടെന്നാ ഞാൻ പറഞ്ഞേ, ഞാൻ ഇല്ലെന്നല്ല പറഞ്ഞു, ഉണ്ടെന്നാ പറഞ്ഞ്. പ്രവലും എനിക്ക് തോന്നുന്നില്ല വേറൊരു പേര്. പ്രവലിന്റെ പേരുകളിൽ വേറൊരു പേര് പ്രബ്ദ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രബ്ദ പഴയ ഞാൻ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ വീട്ടില് അച്ഛൻ അമ്മ ഞങ്ങൾ 4 മക്കളാണ്. ഓക്കെ. പ്രസിദ്ധ് രണ്ടാമത്തെ ആളാണ് ഞാൻ. ഓക്കെ. പിന്നെ എനിക്ക് താഴെ 2 പേരുണ്ട്. അവര് ട്വിൻസ് ആണ്. പേരെന്താ? പ്രസൂലും പ്രസീദയും.
അവര് അല്ല, പ്രസീത നമുക്ക് കോമൺ ആയിട്ടുള്ള പേരാ. പ്രസൂൽ ഉണ്ട്, കുഴപ്പമില്ല. എന്നാലും ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട്. രണ്ടുപേരും പാട്ടുകാരാണോ? അവര് പാട്ടുകാരാണോ? അത്യാവശ്യം പാടുമായിരുന്നു. അല്ലാതെ പിന്നീട് ഒരു സ്കൂളിലൊക്കെ പാടുമായിരുന്നു. പിന്നീട് വന്നപ്പോൾ ആ ഫീൽഡ് വിട്ടു. അച്ഛൻ അമ്മ പാട്ട് പാടുന്ന? അച്ഛൻ പാടും. അച്ഛൻ പാടും. അച്ഛൻ പാടുമായിരുന്നു. ഓക്കെ. നിങ്ങൾ സ്റ്റേജ് ഷോസ് ഒക്കെ കൂടുതലും സ്റ്റേജ് ഷോസ് ആണല്ലോ ചെയ്യുന്നത്? എനിക്ക് സ്റ്റേജ് ഷോ ഞാൻ കണ്ടിട്ടുണ്ട്, കുറെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ശരി, ഓക്കെ. എങ്ങനെയാ നിങ്ങളുടെ സ്ഥിരമായിട്ടൊരു ഗാനമേളയ്ക്ക് ഒരു ട്രൂപ്പിലാണോ പോകുന്നത്? അതോ സ്ഥിരമായിട്ടൊരു ട്രൂപ്പിൽ മുമ്പുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഇപ്പോൾ ഫ്രീലാൻസ് ആണ്. പിന്നെ ഗാനമേള പോലെ തന്നെ ഗസൽസ് ചെയ്യാറുണ്ട്. ഓക്കെ. ഒരു ബാൻഡ് ഉണ്ട്, ഒരു ഗ്രീൻ എന്ന് പറഞ്ഞൊരു ബാൻഡ് ഉണ്ട്. എവർഗ്രീൻ സോങ്സ് അൺപ്ലഗ്ഡ് വേർഷൻ ആയിട്ടുള്ളൊരു ബാൻഡ്. അത് ശരി. നിങ്ങൾ രണ്ടുപേരോടാണോ പോകുന്നത് അതോ അല്ല പ്രസിദ്ധ മാത്രമാണോ ചെയ്യുന്നത്? ചിലപ്പോൾ ഒരുമിച്ച് ഒരു സ്റ്റേജിലുണ്ടാവും. ഓക്കെ. വേറെ വേറെ. പ്രബൽ എങ്ങനെയാണ്? സ്റ്റേജിൽ സ്ഥിരമായിട്ടെങ്കിലും പോകുന്നുണ്ടോ അതോ? ഇപ്പം സ്ഥിരമായിട്ടില്ല. അപ്പോൾ ഒരു 7 വർഷമായിട്ട് ജോലി ഉള്ളതുകൊണ്ട്. എവിടെ ജോലി? ഞാനിപ്പം ഇവിടെ കടവന്തറയിലെ ഒരു ഓഫീസിലൊരു ചാനൽ കോപ്പിയേഴ്സ്, മൾട്ടി ഫങ്ഷൻ പ്രിന്ററൊക്കെ ചെയ്യുന്നതാണ്. അവിടെ ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടെ പാട്ടുമുണ്ട്. പ്രസിദ്ധ ഫുൾ ടൈം മ്യൂസിക് ആണ് അല്ലേ? ഫുൾ ടൈം മ്യൂസിക് ആയിട്ട്. അപ്പം നമുക്കൊരു ഇടവേളയ്ക്ക് പോയിട്ട് വരാം അല്ലേ? ഒരു ചെറിയൊരു ബ്രേക്കിന് പോയിട്ട് വരാം. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് പാട്ടിന്റെ തീരം, പവർഡ് ബൈ കണ്ടംകുളത്തി കുങ്കുമച്ചനാദി ഫെയർനെസ് ഓയിൽ. ഇനിയൊരു ചെറിയ ഇടവേള. വെൽക്കം ബാക്ക് ടു നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് പാട്ടിന് തീരം, പവർഡ് ബൈ കണ്ടംകുളത്തി കുങ്കുമച്ചനാദി ഫെയർനെസ് ഓയിൽ. പ്രസിദ്ധ്, നമുക്ക് പ്രസിദ്ധിന്റെ ഒരു പാട്ട് കേട്ടില്ല. പ്രസിദ്ധിന്റെ ഏത് പാട്ടാണ് ഞങ്ങൾക്ക് പാടിത്തരാൻ പോണത്? ഫിലിമിലെ പറയാൻ രമേശ് നന്ദൻ സാറിന്റെ സംഗീതത്തിലല്ലേ? ഭയങ്കര ടഫായിട്ടുള്ളൊരു പാട്ടാണ്. അത് പാടി ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നൊരു പാട്ടാണ്. പറയാൻ മറന്ന. അപ്പൊ നമുക്ക് എന്തായാലും പാട്ടിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് കേൾക്കാം. പ്രവൽ, ഓക്കെ, റെഡി? പറയാൻ മറന്ന പരിഭവങ്ങൾ പറയാൻ മറന്ന പരിഭവങ്ങൾ, പറയാൻ മറന്ന പരിഭവങ്ങൾ, വിരഹാദ്രമാ മിഴികളോർക്കേ സ്മരണകൾ തീരയായി പടരും ജലധിയായി, സ്മരണകൾ തീരയായി പടരും ജലധിയായി, പൊഴിയും നിലാവു പോൽ വിവസന. പറയാൻ മറന്ന പരിഭവങ്ങൾ, വിരഹാർദ്രമാ മിഴികളോർക്കേ
അലയൂ നീ ചിരന്തനനാ അലയൂ നീ ചിരന്തനനായി സാന്ത്യമേഘമേ നീ വരുമപാരമേ മൂകവീഥിയിൽ നീ വരുമപാരമേ മൂകവീഥിയിൽ പിരിയാതെ വിടരാ കടരുന്ന വിതുര സുസ്മിതം ഗാ സഗാ നിജപ പനി സഗ ഗജ നിജ ഗമ പ ഗമ പനി സാ സാരി പമഗ നിപമഗ എരിയുമേഘ താരകയായി വഴി തെളിക്കയോ പറയാൻ മറന്ന പരിഭവങ്ങൾ വിരഹാർദ്രമാ മിഴികളോർക്കേ പഴയൊരു ധനുമാസരാവിൻ മദസുഗന്ധമോ പഴയൊരു ധനുമാസരാവിൻ മദസുഗന്ധമോ തഴുകിഹതാശമേ ജാലകങ്ങളിൽ തഴുകിഹതാശമേ ജാലകങ്ങളിൽ പലയുഗങ്ങൾ താണ്ടി വരും ഹൃദയതാപം അതിലേഴാം മണൽ കടലിൽ ചിറകടിക്കയോ പറയാൻ മറന്ന പരിഭവങ്ങൾ വിരഹാർദ്രമാ മിഴികളോർക്കേ സ്മരണകൾ തിരയായി പടരും ജലത്തിയായി സ്മരണകൾ തിരയായി പടരും ജലത്തിയായി പൊഴിയും നിലാവു പോൽ വിവശനായി പറയാൻ മറന്ന പരിഭവങ്ങൾ വിരഹാർദ്രമാ എന്താ പറയാ, ചേട്ടനും അനിയനോടെ തകർത്തു ആരും ഇന്ന് രണ്ടുപേരോട് മത്സരിച്ച് പാടാൻ തുടങ്ങിയിരിക്കുക. അപ്പോൾ മനോഹരമായ ഒരു പാട്ടാണ്, എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട്. ഈ രണ്ട് പാട്ടുകൾ നിങ്ങൾ രണ്ട് പാടിയ പാട്ടുകൾ രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. തോന്നുന്നു ചേട്ടൻ പാടിയ പാട്ട് ഈ റിയാലിറ്റി ഷോയിലൊക്കെ അതെ, ഫൈനൽ റൗണ്ടിലൊക്കെ പാടുന്ന പാട്ടാണ് അല്ലേ. അപ്പോൾ ഗസൽസ് പാടുമെന്ന് പറഞ്ഞു. അപ്പം ഈ പാട്ടൊക്കെ പാടാറുണ്ടോ? പ്രോഗ്രാമിന് സ്റ്റേജിൽ പാടാറുണ്ടോ? മലയാളികളാണെങ്കിൽ ഇപ്പൊ ഓഡിയൻസ് മലയാളികളാണെങ്കിൽ പാടാറുണ്ട്. ചോദിക്കുന്ന പാട്ട് ഇതേ. ശരി ശരി, അതെ 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 അതെ. ബാബുരാജ് ബാബുഖാന്റെ പാട്ടുകൾ പാടാറുണ്ട്. പിന്നെ ഒരു പുഷ്പമൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ കൂടുതലും ഗുലാം അലി മെഹദിയസിന്റെ അങ്ങനെയാണ്. ഗസലായിട്ട് തന്നെ പോവാണ്, ഗസൽ പ്രോഗ്രാമായിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളെങ്ങനെ പാട്ട് പഠിച്ചത്? ഫോർമലായിട്ടുള്ള അഭ്യസനം എങ്ങനെയായിരുന്നു? കർണാട്ടിക് കർണാട്ടിക് ഞാനൊരു 6ാം ക്ലാസ് മുതലേ പഠിച്ചു തുടങ്ങി. പിന്നെ പലയിടത്തായിട്ട് പഠിച്ചു. ആദ്യം ഒരിടത്ത് ചേരും, കുറച്ച് നാളുമ്പോൾ നിർത്തിയിട്ട് അടുത്തടുത്ത് പോകും, നിർത്തും, കുറച്ച് നാൾ നിർത്തും, പിന്നെ വേറെ എവിടെയെങ്കിലും പോയി തുടങ്ങും.
അങ്ങനെ കുറച്ച് പഠിച്ചു. ഓക്കെ. ഇപ്പോൾ ഹിന്ദുസ്ഥാനി ഓക്കെ. പഠിക്കുന്നുണ്ട്. അത് വൈറ്റിലുണ്ട്, എറണാകുളത്ത്. വിജയ് സുരസൻ സാറിൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതെ. അനിയൻ എങ്ങനെയാണ് പാട്ടൊക്കെ കുഞ്ഞിലെ തുടങ്ങി പഠിച്ചതാണോ അതോ? കുഞ്ഞിലെ ചേട്ടൻ പാട്ട് കേട്ടൊക്കെ തന്നെയാണ്, അങ്ങനെയാണ് പഠിക്കുന്നത്. അല്ല, പഠിക്കാനായിട്ട് പോയിട്ട് പിന്നെ ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ട്. ക്ലാസിക്കൽ ഞാനൊരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്തു. അടുത്ത് തന്നെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, ഒരു രജിത, ആറൽവേലി പഠിച്ചതാണ്. ശരി. അവിടെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം മരുത്തോർ വട്ടം ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു ചേർത്തലയിലൊരു മാഷുണ്ട്. പിന്നെ ഒരു ഇടക്കൊച്ചി സതീശൻ മാഷ. അങ്ങനെ കണ്ടിന്യൂ ചെയ്തില്ല. അതുപോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് പഠിച്ചു. പഠിക്കണമെന്നുണ്ട് ഇനി. ഈ ജോലിയുടെ തിരക്കിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പാട്ട് പഠിക്കാനല്ല, പാട്ട് പാടാനും സൗകര്യം ഉണ്ടാവാറുണ്ടോ? അങ്ങനെ ലീവ് എടുക്കാനൊക്കെ പറ്റുമോ? ലീവ് എടുക്കുന്നതിന് ഇപ്പം പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഇവിടെ സാറ് ഭയങ്കര സപ്പോർട്ടാണ്. പാട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അത് കാരണം അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകാൻ പറ്റുന്നുണ്ട്. ഓക്കെ. വീട്ടിലപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? ഇപ്പോൾ രണ്ടുപേരോട് എനിക്ക് സംശയം, രണ്ടുപേരോട് ഇരുന്ന് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന പരിപാടിയുണ്ടോ? ഒന്നുമില്ല. പ്രാക്ടീസ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ചിലപ്പോൾ കൂട്ടുകാരുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരു അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ നമ്മൾ പാട്ടൊക്കെ ഇങ്ങനെ പാടി നോക്കുന്നതൊക്കെ. അല്ലാതെ വീട്ടിൽ പ്രത്യേകിച്ച് പ്രാക്ടീസ് ഒന്നുമില്ല. പുതിയ പാട്ടുകൾ ഇപ്പോൾ ഗാനമേളക്ക് പുതിയ പാട്ട് അടുത്ത സ്റ്റേജിൽ പാടണമെങ്കിൽ അതിരുന്ന് പ്രാക്ടീസ് ചെയ്യും. ഏറ്റവും കൂടുതൽ സ്റ്റേജിൽ പാടുന്ന ഇങ്ങനത്തെ പാട്ട് സ്പീഡ് അല്ല, ഫാസ്റ്റ് നമ്പേഴ്സാണ് കൂടുതലും. ഇങ്ങനെയുള്ള പാട്ടുകൾ വല്ലപ്പോഴൊക്കെ സ്റ്റേജിലുള്ളൂ. ഹിന്ദി തമിഴ് അടിപൊളി പാട്ടുകളാണ് കൂടുതലും സ്റ്റേജിൽ ഞാൻ ചെയ്യുന്നത്. അതാ ഞാൻ ചോദിച്ചത്. അടിപൊളി സാറിന് അടിപൊളി പാട്ട് പാടുന്നവരാണ് ഈ ഡ്രസ്സ് ഇടുന്നത്. ഒരു മലയാളം ഇത് കണ്ടോ, മലയാളം പാട്ട് പാടുന്ന പാവം മലയാളം പാട്ട് പാടുന്നത്. മലയാളം മാത്രമേ പാടാറില്ല. അതെ, കണ്ടറിയാം ഇത് മലയാളമാണ് ഹിന്ദിയാണെന്ന് നമുക്ക് കൃത്യമായിട്ട്. അല്ലേ തമിഴ് മാക്സിമം വന്നാലും പാടാറുണ്ടോ? തമിഴ് ഹിന്ദി? തമിഴ് ഹിന്ദിയും അത്യാവശ്യം ഫാസ്റ്റ് നമ്പർ വളരെ കുറവാണെങ്കിലും പാടാറുണ്ട്. കൂടുതൽ മലയാളം എല്ലാം ഫാസ്റ്റ് നമ്പറും ക്ലാസിക്കലും മെലഡി എല്ലാം പാടുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരുടെ ചേർന്ന് പാടുന്ന എല്ലാ പാട്ടുകളുണ്ട്. ഈ ഗ്രീനിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണോ ചെയ്യുന്നത്? ഗ്രീനിൽ ഞാൻ ഒറ്റ സിംഗറേ ഉള്ളൂ. സ്വന്തം നമ്മുടെ സോളോ സിംഗറാണ് അല്ലെ? ഒറ്റ, വേറെ ആരെയും അനിയനാണെങ്കിലും മാറി നിൽക്കുക, നമ്മുടെ സ്വന്തം. അത് കാരണം ഒറ്റയ്ക്ക് ഇരുന്നിട്ട് 2 മണിക്കൂർ അങ്ങനെയുള്ള പ്രോഗ്രാമാണ്. ഗസൽ പോലെ തന്നെയുള്ള ഒരു പ്രോഗ്രാം തന്നെ അല്ലേ? ഗസൽ പോലത്തെ തന്നെ, മെലഡീസ് മാത്രം പ്രോഗ്രാം. ഓക്കെ. 80s പാട്ടുകളായിരിക്കും കൂടുതൽ. ഓക്കെ. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? പ്രബൽ അങ്ങനെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ? ഒറ്റയ്ക്ക് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ? ഒറ്റയ്ക്ക് ഇല്ല. ചേട്ടൻ്റെ അത്രയും ഒരു പ്രബലനായിട്ടില്ല അല്ലേ? ഭക്തി ചെയ്യാറുണ്ടോ? ഒറ്റയ്ക്ക് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പം എത്ര വർഷമായിട്ട് ഫീൽഡിൽ, അതായത് റിയലി പ്രൊഫഷണൽ പാട്ടുകാരായിട്ട് എത്ര വർഷമായി? പ്രബൽ എത്ര വർഷമായി? ഞാനിപ്പം ഒരു 20 വർഷമായിട്ടുണ്ട്. 20 വർഷമായിട്ട് സ്റ്റേജിൽ ട്രൂപ്പിന്റെ കൂടെ ഗാനമേളകൾ 20 വർഷമായിട്ടുണ്ട്. പ്രസിദ്ധ എത്ര വർഷമായി? ഏകദേശം അത്രയും കുറച്ചുകൂടെ മുന്നേ, അല്പം കൂടെ സീനിയർ ആണ് അല്ലേ? പിന്നെ പ്രൊഫഷണൽ ട്രൂപ്പിൽ പാടുന്ന ഒരു 98. ഓക്കെ. എപ്പോഴും 20 വർഷം ആവുന്നു, ചുരുക്കം പറഞ്ഞ് 20 വർഷം ആവുന്നു. ഓക്കെ. അതിനൊക്കെ ചെറിയ കരോക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഓർത്ത് വെക്കത്തക്ക സ്റ്റേജുകൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടായിട്ടോ നിങ്ങൾ രണ്ടുപേരോടുള്ള? അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ഹിന്ദി തമിഴ് പാടുമ്പോൾ കൂടുതലും ഇപ്പം മെയിൻ സ്ട്രീമിൽ പാടുന്നവരുടെ കൂടെ നമ്മൾ വിളിക്കാറുണ്ട് പലപ്പോഴും, ഹിന്ദി തമിഴ് പാടുന്നവർ. അങ്ങനെ പോയിട്ടുണ്ട് ഏതെങ്കിലും പ്ലേ ബാക്ക് സിംഗേഴ്സിൻ്റെ കൂടെ ഒക്കെ സ്ഥിരമായിട്ട് പോയിട്ടുണ്ട്? എല്ലാം അവരുടെ കൂടെയൊക്കെ പോയിട്ടുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവരുടെ രണ്ടുപേരുടെയും ഒരു പാട്ട് കേൾക്കണമെന്നുണ്ട്. ഒരുമിച്ച് ഏതെങ്കിലും നിങ്ങൾ പാട്ട് പാടാറുണ്ടോ? നമുക്കൊരു ഏതെങ്കിലും ഒരുമിച്ചുള്ള പാട്ട് ഏതാ? ഒരുമിച്ച് ഇതുവരെ ഞങ്ങൾ ചെയ്തില്ല. പിന്നെ പാർട്ടായി ഇങ്ങനെ അത് ഏതെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരെണ്ണം പാട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പാടിത്തരാമോ? അങ്ങനെ പാടാം. ഓക്കെ. ഒരു ജോൺ സംഭാഷണന്റെ ഒരു പാട്ട്. ഓക്കെ. അനുരാഗിണി ഇതായി പാടാം. അത് ഒരുമിച്ച് പാടാവുന്നോ? റെഡിയാണോ? സംശയം? കുഴപ്പമില്ല. പ്രബലിനൊരു കൺഫ്യൂഷൻ. ഇത് ചേട്ടൻ ഇത് എന്തു ഈ പറയുന്നത്? ഇനി ഏൽക്കുകയും ചെയ്ത് എൻ്റെ അടുത്ത് എല്ലാ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒന്നുമില്ല. പ്രബലിന് നമുക്ക് എന്തായാലും ഒരുമിച്ചൊരു പാട്ട് തീർച്ചയായിട്ടും ചേട്ടനും എന്നോട് ഒരുമിച്ച് പാട്ട് പാടുന്നത് കേൾക്കാൻ ആൾക്കാർക്കും താല്പര്യം കാണും. ഓക്കെ.
ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരുടെ ഖവാലീസ് ഒക്കെ തുടങ്ങാം. രണ്ടുപേർ കൂടി ഇപ്പോൾ പുതിയൊരു ട്രെൻഡാണ് ഖവാലീസ് ഒക്കെ തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും കൂടി നമ്മുടെ ഹിസൈന സബ്ദുള്ള തൂബടി മാഷാ പാടാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അത് കേൾക്കാം. കേൾക്കാം. അതെ, നമുക്ക് ചോദ്യം ചോദിക്കാനുണ്ട്. ആയിക്കോട്ടെ. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം അല്ലേ? അടുത്ത റൗണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള റൗണ്ടാണ്. നമുക്ക് എന്തായാലും റൗണ്ടിലേക്ക് പോവാം. വാക്കിലെ പാട്ട്. വാക്കിലെ പാട്ട് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഞങ്ങൾ ഒരു വാക്ക് പറയും. വാക്ക് പറയണം. ഞങ്ങൾ വാക്ക് പറയുമ്പോൾ പല്ലവിയിൽ എവിടെയെങ്കിലും ആ ഒരു വാക്ക് പറയണം. അതെ, പ്രബലിന്റെ അടുത്ത് ചോദിക്കാം. ആരാണ് ഈ രണ്ട് ചോദ്യത്തിൽ ഏതാണ് വേണ്ടത്? ഞാൻ വേണോ ബിൻചേട്ടൻ വേണോ? ചന്ദ്രിക. ടൈം സ്റ്റാർട്ട്സ് നൗ. ചന്ദ്രിക, എത്ര പാട്ടുണ്ട് ചന്ദ്രിക? ചന്ദ്രിക ഇല്ലെങ്കിൽ നമുക്ക് സഹായിയെ വിളിക്കാം. കുറേ പാട്ടുണ്ട്. പെട്ടെന്ന് കിട്ടുന്ന ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. പറഞ്ഞു എന്നാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ആളിനെ വിളിക്കാം. ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ടൈമർ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്ക് വിളിക്കാം. പവിത്ര പ്ലീസ് ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്തിട്ട്. ചന്ദ്രിക അറിയാവുന്ന പാട്ടുണ്ടോന്ന് ചോദിച്ചു നോക്കുക. അറിയാവുന്ന പാട്ടുണ്ടോന്നെങ്കിൽ പറഞ്ഞു കൊടുക്കുക. ചന്ദ്രിക പെട്ടെന്ന് ചന്ദ്രികയിലെലിയുന്നു അറിയില്ല. അത് കൺഫ്യൂഷൻ. അതിൻ്റെ ലിറിക്സ് സ്വയംവര ചന്ദ്രിക. ഓക്കെ, അപ്പോൾ 5 പോയിന്റുമായിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇതിൽ പാടി കഴിഞ്ഞിട്ട് തിരിച്ചു പോവാം. 1 മിനിറ്റ് പാടട്ടെ. അപ്പോൾ ഒന്ന് പാടിക്കോളൂ. ആ പാട്ട് നമുക്കൊരു എന്തായാലും പാട്ട് പാടാൻ അറിയണ്ടേ? ഈ വരി പറഞ്ഞത് പാട്ട് പറഞ്ഞാൽ മാത്രം പോരാ. ഓക്കെ ഓക്കെ. സ്വയംവര ചന്ദ്രികേ സ്വർണ്ണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ പ്രണയമധുരം അവൾക്കായി പകർന്നു തരുമോ? മതി മൊത്തം ഇനിയുണ്ട്, പക്ഷെ പോട്ടെ, സാരമില്ല. സഹായി കൊടുത്താൽ മതി. 5 മാർക്ക് പോയല്ലോ. അപ്പോൾ താങ്ക് യു. 5 മാർക്കുമായിട്ട് താങ്കൾക്ക് പോകാം. താങ്ക് യു പവിത്ര. ഹെൽപ്പ് ചെയ്തതിന് നന്ദി. അപ്പോൾ നമുക്ക് പോയിന്റ്സ് നോക്കുമ്പോൾ 10 പോയിന്റ്, അതിനകത്ത് 5 പോയിന്റ് കുറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ആൻസർ പറഞ്ഞു, നന്നായിട്ട് പാടുകയും ചെയ്തു. നമുക്ക് തിരിച്ച് പ്രസിദ്ധിന്റെ അടുത്തേക്ക് പോകാം. ഇനി ഓപ്ഷൻസ് ഒന്നുമില്ല. ഈ ഇരിക്കുന്ന ഒരു അത് കോംപ്ലിക്കേറ്റഡ്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഉള്ള വാക്കാണ്. കേട്ടോളൂ. ഇത് വളരെ സിമ്പിൾ അല്ലായിരുന്നു ഞാൻ പറഞ്ഞു തന്നത്. നോക്കിക്കോളൂ. ചോദിക്കട്ടെ? ഓക്കെ. പനിനീർ. ടൈം സ്റ്റാർട്ട്സ് നൗ. പനിനീർ ചന്ദ്രികേ ഇനി പൂങ്കവിൽ അറിയാതെന്തിനേ ഉറങ്ങുവാവൂ കൊടുക്കുകയാണ്. കറക്റ്റ് ഒന്നും അല്ല പറഞ്ഞത്. ആൻസർ കറക്റ്റ് ഒന്നും അല്ല. എന്നാലും സാരമില്ല, പോട്ടെ. ചേട്ടനല്ലേ, പോട്ടെ അല്ലേ? കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഉള്ളിലൊരു വിഷമമുണ്ട്. വിഷമമുണ്ട്. സാരമില്ല.
അപ്പോൾ ഈ റൗണ്ട് കഴിഞ്ഞപ്പോഴുള്ള പോയിന്റ് നില എത്രയാണെന്ന് നോക്കാം അല്ലേ? അതെ. പ്രവൽ 5 points. പ്രസിദ്ധ് 10 points. 10 points. താങ്ക് യു. അപ്പോൾ ഇനി ടോട്ടൽ സ്കോർസ് നമുക്ക് 2 റൗണ്ട് പൂർത്തിയായി. 2 റൗണ്ട് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ എത്ര പോയിന്റ്സ് ആണെന്ന് നോക്കാം. പ്രസിദ്ധ് 20 പോയിന്റ്സ്, പ്രവൽ 15 പോയിന്റ്സ്. അപ്പോൾ കുഴപ്പമില്ല, ഇനിയുണ്ട്. ഇനി റൗണ്ടുകളുണ്ട്. 2 റൗണ്ട് കൂടെ അടുത്ത ആഴ്ച നമുക്ക് ബാക്കിയുണ്ട്. അപ്പോൾ ഇനി പക്ഷേ നമുക്കൊരു പാട്ട് പാടണം. അതെ, ഒരു ഫുൾ. ഏത് പാട്ടാണ് ഞങ്ങൾക്ക് പാടിത്തരാൻ പോണേ? ദാസേട്ടൻ പാടിയ തുമ്പോളി കടപ്പുറ എന്ന ഫിലിമിലെ കാതിൽ തേൻമഴയായി ചൗധരി. കാതിൽ തേൻമഴയായി പാടു കാറ്റേ കടലേ, കാതിൽ തേൻമഴയായി പാടു കാറ്റേ കടലേ, കടൽ കാറ്റിൽ മുത്തങ്ങളെ കരൽ കുളിർത്താരോ, മധുരമായി പാടും പണിശങ്കുകളായി, കാതിൽ തേൻമഴയായി പാടു കാറ്റേ കടലേ. ഒഴുകുന്ന താഴം പൂമണമിതു നാമെന്നും പറയാതെ ഓർത്തിടും അനുരാഗഗാനം പോലെ. ഒഴുകുന്ന താഴം പൂമണമിതു നാമെന്നും പറയാതെ ഓർത്തിടും അനുരാഗഗാനം പോലെ. ഒരുക്കുന്നു കൂടുന്നിതാ, ഒരുക്കുന്നു കൂടുന്നിതാ മലക്കൊമ്പിലേതോ കുയിൽ, കടൽ പെറ്റൊരീ മുത്തു ഞാനെടുക്കും, കാതിൽ തേൻമഴയായി പാടു കാറ്റേ കടലേ. ായി കാതിൽ തേൻമഴയായി പാടു കാറ്റേ കടലേ. തഴുകുന്ന നേരം പൊന്നിതളുകൾ കൂമ്പുന്ന മലരിന്റെ നാണം പോൽ അരികത്തു നിൽക്കുന്നു നീ. തഴുകുന്ന നേരം പൊന്നിതളുകൾ കൂമ്പുന്ന മലരിന്റെ നാണം പോൽ അരികത്തു നിൽക്കുന്നു നീ. ഒരു നാടൻ പാട്ടായിതാ, ഒരു നാടൻ പ്രേമത്തിൻ്റെ നിലയ്ക്കാത്ത പാട്ടായിതാ, കടൽ തിരയാടും നീമണലിൽ, കാതിൽ തേൻമഴയായി പാടു കാറ്റേ കടലേ, കടൽ കാറ്റിൽ മുത്തങ്ങളിൽ
കരൽ കുളിർത്താരോ മധുരമായി പാടും മണിശംഖുകളായി കാതിൽ തേൻമഴയായി പാടു കാറ്റേ കടലിൽ കാതിൽ തേൻമഴയായി പാടു കാറ്റേ കടലേ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ രണ്ടുപേരോട് ഇങ്ങനെ പാട്ടുകൾ ഷവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ആൽബംസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? CD കുറച്ച് ചെയ്തിട്ടുണ്ട്. കുറച്ചൊക്കെ. എങ്ങനെ ഭക്തിഗാനമാണോ അതോ ഭക്തി ഗാനമുണ്ട്, പിന്നെ ആൽബം പ്രണയഗാനങ്ങൾ അങ്ങനത്തെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് പ്രബൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ആൽബം സോങ്, പിന്നെ ഡിവോഷണൽസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ രണ്ടുകൂടെ ഒരുമിച്ചൊരു വർക്കിനെ കുറിച്ച് എന്താ ആലോചിക്കാത്ത? രണ്ടുപേരും നന്നായിട്ട് പാടുന്ന ആൾക്കാർ, നിങ്ങൾക്ക് എപ്പോഴും ഇരുന്ന് മ്യൂസിക് ഡയറക്ഷനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് രണ്ടുപേരിലാരെങ്കിലും? ഞാൻ കഴിഞ്ഞ ഒരു വർഷം ഒരു 1-2 ഞാൻ ചെയ്തായിരുന്നു. ഓക്കെ ഓക്കെ. ഞാൻ തന്നെ പാടി. ഓക്കെ. കുവൈറ്റിലുള്ളൊരു പുള്ളി അവിടുന്ന് ചോദിച്ചിട്ട് ഇവിടുന്ന് ചെയ്ത് അയച്ചു കൊടുത്തു. ഓക്കെ. ഞങ്ങൾ ഒരുമിച്ച് ഇതുവരെ അങ്ങനെ ഇരിക്കാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇനി ചിന്തിക്കാമല്ലോ. ഞാനൊരു ചെറിയ ത്രെഡ് ഇട്ട് തന്നതാണ്, നിങ്ങൾക്ക് രണ്ടും കൂടെ ചിന്തിക്കാം. തീർച്ചയായിട്ടും ബ്രദേഴ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സമയം, ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ തീർച്ചയായിട്ടും സമയമുണ്ട്. അപ്പം പ്ലാൻസ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് ചെയ്യാനുള്ള, പറയാൻ പറ്റില്ല. ഇതിനകത്ത് നമ്മൾ ഇത്രയും നാളായിട്ട് നിങ്ങൾ 20 വർഷമായിട്ട് പാടുന്നു, പക്ഷേ ഇതിൽ ഒരു വർഷം ഒരു യൂട്യൂബിൽ ഹിറ്റാവുന്നതായിരിക്കും തലയിലെടുത്ത് മുഴുവൻ മാറ്റുന്ന ഒരു പാട്ട് അല്ലേ? അങ്ങനെ പലപ്പോഴും അങ്ങനത്തെ അഡ്വാൻറ്റേജ് ഇപ്പോൾ ഉണ്ട്. പലപ്പോഴും ചിലപ്പോൾ സ്ട്രീറ്റിൽ നിന്നായിരിക്കാം പാടുക, നമ്മൾ സ്റ്റേജിൽ പോലും ഇപ്പോൾ ഈയിടെ ഉണ്ട് ഒരു റോഡിൽ നിന്ന് ഇത് പാടുന്ന കുട്ടിയെ അന്വേഷിച്ച് അങ്ങോട്ട് ചെല്ലുക എന്നുള്ളത്. ഇപ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും എവിടെയാണ് തലയിലെഴുത്ത് എന്ന് പറയാൻ പറ്റില്ല. സോഷ്യൽ മീഡിയ. അതെ അതെ അതെ. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം, രണ്ടുപേർക്കും കൂടെ ചേർന്ന് മ്യൂസിക് ചെയ്ത് പാടാറുണ്ട്. ഇതുപോലെ ചില സ്റ്റേജിലൊക്കെ ചെല്ലുമ്പോൾ ഇപ്പം അവിടുത്തെ ഏതെങ്കിലും ചെയ്ത് പാടും. അമ്പലത്തിൽ തന്നെ അപ്പം തന്നെ നമ്മൾ ചെയ്ത് പാടാറുണ്ട്. ഓക്കെ ഓക്കെ. അപ്പം അപ്പോൾ നമുക്ക് സമയം ആവുന്നു അല്ലേ? നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമാകുന്നു. അടുത്ത ആഴ്ച ഞാൻ പറഞ്ഞല്ലോ ഇനി വിശേഷങ്ങൾ പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതെ അതെ, ഇനിയും വിശേഷങ്ങളുണ്ട്, ചോദ്യങ്ങളുണ്ട്, സമ്മാനങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിലാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് സമ്മാനങ്ങളെ കുറിച്ച് ഒന്നുകൂടെ പറഞ്ഞേക്കാം അല്ലേ? ഒന്നാം സമ്മാനം കിട്ടുന്നവർക്ക് നൽകുന്നത് സീ ഷോപ്പി നൽകുന്ന ഒരു സമ്മാനം. സീ ഷോപ്പിയെ കുറിച്ച് പറയാനാണെങ്കിൽ കേരളത്തിലെവിടെയും COD ബേസിസിൽ 24 മണിക്കൂറിനുള്ളിൽ ഡെലിവർ ചെയ്യുന്ന, ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരേ ഒരു ഓൺലൈൻ പോർട്ടലാണ് സീ ഷോപ്പി. സീ ഷോപ്പി നൽകുന്ന ഒരു സമ്മാനം ഒന്നാം സമ്മാനമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗ്ലാം ഹെയർ ബൊട്ടീക്ക് നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചർ ഉണ്ടാവും. അതുപോലെ തന്നെ സെക്കൻഡ് പ്രൈസ് കിട്ടുന്നവർക്കും zshopee.com നൽകുന്ന ഗിഫ്റ്റും, അതുമാത്രമല്ല നമ്മുടെ കേരള വിഷനിലെ ഒരു സമ്മാനം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ സമ്മാനങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പാട്ടുകൾ ഇനിയും കേൾക്കാനുണ്ട്, കുറേയേറെ ഇതൊന്നും ആയിട്ടില്ല, ഇനി കുറേ വിശേഷങ്ങൾ കേൾക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച കണ്ടാലോ? അടുത്ത ആഴ്ച പോയിട്ട് വരുന്നവർ അല്ലേ? നമുക്ക് അടുത്ത ആഴ്ച വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും അടുത്ത പാട്ടിനായിട്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാം. നിങ്ങൾ ഇതുപോലെ സുഹൃത്തുക്കളാണെങ്കിൽ, നിങ്ങൾ സഹോദരങ്ങളാണെങ്കിൽ, പാട്ടുപാടുന്നവരാണെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ഒരുമിച്ച് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ പ്രോഗ്രാം, ഇതൊരു കോമ്പറ്റീഷനായിട്ട് കൂട്ടണ്ട, ഇതൊരു സമ്മാനം തരാനുള്ള കാര്യമായിട്ടൊന്നുമല്ല, ഇതൊരു നിങ്ങളുടെ പെർഫോം ചെയ്യാന്നുള്ളൊരു പ്ലാറ്റ്ഫോം മാത്രമാണിത്. ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം മാത്രമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു മത്സരത്തിൻ്റെ ഒരു ഒന്നും വരില്ല. പാട്ടുകൾ പാടാം, നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഇവിടെ വരിക, ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് വേണ്ടി പെർഫോം ചെയ്യുക. നിങ്ങൾ ചെയ്ത 2 വർക്ക് ഞങ്ങൾക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ അഡ്രസ്സിൽ, ഈ താഴെ പറയുന്ന അഡ്രസ്സിൽ അയക്കാവുന്നതാണ്. ടു ദ പ്രൊഡ്യൂസർ, പാട്ടിൻ്റെ തീരം, കേരള വിഷൻ, കടവന്ത്ര, കൊച്ചിൻ 20. ഇമെയിൽ ID kvtheeram@gmail.com, അല്ലെങ്കിൽ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ആലുവ പെരുമ്പാവൂർ ഷോറൂമുകളിലും എത്തിക്കുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമാകുന്നു. അടുത്ത ആഴ്ച ഇവരുമായി തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. സ്പോൺസർഡ് ബൈ. ഇനി ഗുണമേന്മയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയ്ക്ക് സ്വന്തമാക്കുവാൻ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്, പെരുമ്പാവൂർ ആൻഡ് ആലുവ. പവേർഡ് ബൈ കണ്ടം കുളത്തി കുങ്കുമചന്ദനാദി ഫെയർനെസ് ഓയിൽ. സൗന്ദര്യം ഇനി ഉള്ളിൽ നിന്നും. 1ഉം 2ഉം സ്ഥാനം നേടുന്ന വിജയികൾക്ക് ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നു zshopee.com. കേരളത്തിലെവിടെയും പർച്ചേസ് ചെയ്ത് 24 മണിക്കൂറിനകം ക്യാഷ് ഓൺ ഡെലിവറിയുള്ള
ഒരേ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സംരംഭം. 1ാം സ്ഥാനം നേടുന്ന വിജയിക്ക് മറ്റൊരു സമ്മാനം. ഗ്ലാമർ ബോട്ടിക് രാമനാട്ടുകര നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ.